അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ ശരീഫിലെ ആദ്യത്തെ പത്തായ റഹ്മത്തിന്റെ 10 വിട പറയാനിരിക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റഹ്മത്ത് ആർക്കാണ് ലഭിക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, അതിന്റെ ടെക്സ്റ്റ് സഹിതം അർത്ഥം വെച്ച് അതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും ഈ ഹദീസ് കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് നൽകുക? ഏത് വിഭാഗം ആളുകൾക്കാണ് റഹ്മത്ത് ഉണ്ടായിരിക്കുക? റഹ്മത്ത് എല്ലാവർക്കും ലഭിക്കുമോ ചോദിച്ചാല് ആർക്കാണ് യഥാർത്ഥത്തിൽ റഹ്മത്ത് ലഭിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഹദീസിൽ വളരെ കൃത്യമായി ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, എല്ലാവരും ഈ ഹദീസ് കൃത്യമായി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അവിടുത്തെ ഹദീസുകൾ വളരെ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരുപാട് അറിവുകൾ നമുക്ക് അതിലൂടെ ലഭിക്കും. നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ നമുക്ക് ആത്മാർത്ഥത ലഭിക്കും. ആത്മാർത്ഥതയിലൂടെ നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഹദീസ് ഒന്ന് നോക്കാം. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞാൻ അർത്ഥം വെക്കുന്നത് എല്ലാവരും നോക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, ആരുടെ കരങ്ങളിലാണോ അധീനതയിലാണോ എന്റെ നഫ്സും എന്റെ ശരീരവും എന്റെ ആത്മാവും ആരുടെ അധീനതയിലാണോ അവർ തന്നെയാണ് സാക്ഷി, അവരെ തന്നെയാണ് സത്യം. ലാ യളഉല്ലാഹു റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ വെക്കൂല ഇല്ലാ അലാ റഹീമിൻ, ആരുടെ മേലിലല്ലാതെ അള്ളാഹു റഹ്മത്തിന് വെക്കൂല? റഹീമിന്റെ മേലിലല്ലാതെ റഹ്മത്തിന് അള്ളാഹു വെക്കൂല. റഹീമിന്റെ മേലിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവർക്കല്ലാതെ അള്ളാഹു റഹ്മത്ത് ചെയ്യൂലാന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇതേ ഒരു ആശയം ഇർഹമൂ മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് റഹ്മത്ത് ചെയ്യൂ, എന്നാൽ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഹ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കൂല, ലാ യളഉല്ലാഹു റഹ്മത, അല്ലാഹു റഹ്മത്തിനെ വെക്കൂല ഇല്ലാ അലാ റഹീമിൻ, ആരെ മേലിലല്ലാതെ വെക്കൂല? റഹ്മത്ത് ചെയ്യുന്നവരുടെ മേലിലല്ലാതെ വെക്കൂല. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഗുണം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് നാം മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ ഗുണം ലഭിക്കുള്ളൂ. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നത് ആർക്കാണ്? മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവർക്കാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം. ഖുൽന, അപ്പൊ ഞങ്ങള് സ്വഹാബാക്കള്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങള് സ്വഹാബാക്കള് മുത്തനബി തങ്ങള് സ്വഹാബാക്കളോട് ഇങ്ങനെ പറഞ്ഞു വിശദീകരിച്ചു കൊടുക്കണം. അപ്പൊ സ്വഹാബാക്കൾ ഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, കുല്ലുനാ റഹീം, ഞങ്ങളൊക്കെ റഹ്മത്ത് ചെയ്യുന്നവരല്ലേ? എങ്ങനെ റഹ്മത്ത് ചെയ്യുന്നവരല്ലേ? കുല്ലുനാ റഹീം, ഞങ്ങൾ റഹ്മത്ത് ചെയ്യുന്നവരല്ലേ? നമ്മൾ റഹ്മത്ത് ചെയ്യുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവർക്കും ഗുണങ്ങളൊക്കെ ചെയ്യലുണ്ടല്ലോ, നമ്മുടെ മക്കൾക്ക് ഭാര്യക്ക് ഇങ്ങനെയൊക്കെ ഗുണം ചെയ്യലുണ്ടല്ലോ എന്ന്. അപ്പൊ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൈസർ റഹീമുൽ ലദി യർഹമു നഫ്സഹു വ അഹ്ല ഖാസതിഹി, സ്വന്തം ഗുണം ചെയ്യ, സ്വന്തം കുടുംബത്തിന്, സ്വന്തം കൂട്ടുകുടുംബാദികൾക്ക്, സ്വന്തം ഭാര്യ മക്കള് ഇവർക്കൊക്കെ ചെയ്യുന്ന ഗുണം എന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ആ റഹ്മത്തല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലാകിനിർ റഹീമു അല്ലദീ യർഹമുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോ നമ്മൾ നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ ഉപ്പയ്ക്ക്, നമ്മുടെ ഉമ്മയ്ക്ക് ഈ ഗുണം ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നാം മറ്റുള്ളവർക്ക് അപരന്റെ സഹായം, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഗുണം ചെയ്യാം. ഈ ഗുണം ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്, ആ ഒരു ഗുണം ചെയ്യുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, പൊതുവിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യാം. അങ്ങനെ ഗുണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഗുണം ചെയ്യുമെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന
ഹദീസിൽ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഹ്മത്ത് ആർക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. ഇത് റഹ്മത്തിന്റെ പത്താണ്. ഈ റഹ്മത്തിന്റെ പത്ത് വിട പറയാനിരിക്കുന്ന സമയത്ത് നാമൊക്കെ റഹ്മത്തിന്റെ അർഹരാണോ, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ അർഹരാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഹദീസ് കൂടെയാണ്. മഹാനരായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം. സമ്പത്തിനെ മഹാനവറുകൾ ഉദാഹരിച്ചത് തന്നെ അത് പാലുകളോടാണ് ഉദാഹരിച്ചത്. എങ്ങനെയുള്ള പാലുകളോട്? പട്ടിയുടെ പാലും അതേപോലെ തന്നെ ആട്, പശു, ഇങ്ങനെയുള്ള നമ്മളൊക്കെ കുടിക്കുന്ന മൃഗങ്ങളുടെ പാലും, ഈ രണ്ട് പാലുകളോടാണ് സമ്പത്തിനെ ഗസാലി ഇമാം ഉദാഹരിച്ചത്, ഉപമിച്ച് പറഞ്ഞത്. എന്നിട്ട് പറയണേ, പട്ടിന്റെ പാല് ആ പട്ടിക്കും പട്ടിയുടെ മക്കൾക്കും അതിന്റെ കുഞ്ഞുങ്ങൾക്കും മാത്രമാണ് ഉപകരിക്കുക. പക്ഷേ ഈ ആടിന്റെയും പശുവിന്റെയൊക്കെ പാല് അത് അവരുടെ കുഞ്ഞുങ്ങൾക്കും ഉപകരിക്കും, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ആളുകൾക്കും ഉപകരിക്കും. അല്ലേ? ഒരുപാട് ആളുകള് അവരുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുടിക്കുന്നതിനേക്കാളും കൂടുതൽ അതുകൊണ്ട് ഉപകാരമെടുക്കുന്നത് ജനങ്ങളായിരിക്കും. അതുപോലെയായിരിക്കണം നമ്മുടെ സമ്പത്ത്. നമ്മുടെ സമ്പത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രം ഉപകരിച്ചാൽ പോരാ. ഏതുപോലെ? പട്ടിയുടെ പാലിന്റെ പോലെ. നേരെ മറിച്ച് അത് ജനങ്ങൾക്ക് കൂടെ ഉപകരിക്കുന്നതാകണം. ഏതുപോലെ ഉപകരിക്കുന്നതാകണം? പട്ടിയുടെയും ആടിന്റെയും പശുവിന്റെയൊക്കെ പാല് അത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുന്നതിനേക്കാൾ ഉപരി അവർക്കും ഉപകരിക്കുന്നുണ്ട്. അത് മറ്റു ജനങ്ങൾക്ക്, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നത് പോലെ ഉപകരിക്കണം. ആ രൂപത്തിൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുക. അങ്ങനെ റഹ്മത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിക്കണം. ഇത് വിശുദ്ധ റമളാനിന്റെ റഹ്മത്തിന്റെ പത്താണ്. റഹ്മത്തിന്റെ പത്ത് വിട പറയാനിരിക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിനോട് ധാരാളമായി റഹ്മത്തിനെ ചോദിച്ചു വാങ്ങുക. ചോദിച്ചു വാങ്ങാനുള്ള ഒരു മാർഗം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ഒരു കുറഞ്ഞ തവണ നമ്മൾ ഈ ഹദീസ് കേട്ട സ്ഥിതിക്ക് ഒരു കുറഞ്ഞ തവണ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ചോദിക്കാലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ താഴെ എഴുതി അറിയിച്ചോളി. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, 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 اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹ്, വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹ്, പ്രതികൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ല. അല്ലാഹ്, നമ്മുടെ മജ്ലിസിനെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈറിന്റെ അബ്വാബുകളെ ഓശാരമായി തുറന്നു കൊടുക്കണം. അല്ലാഹ്, തുറന്നു കൊടുക്കണം. റഹ്മാനെ, റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അല്ലാഹ്, നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ആ മജ്ലിസിൽ കൃത്യമായി പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന നേർച്ചയാക്കി 99 തവണ ചൊല്ലാനൊക്കെ നിയ്യത്താക്കിയവർക്ക് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പങ്കെടുത്താല് കലണ്ടറിൽ പ്രത്യേകം ഡേറ്റ് കുറിച്ച് വെച്ച് അസ്മാഉൽ ഹുസ്ന വളരെ ആത്മാർത്ഥമായി ചൊല്ലാവുന്നതാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇജാബത്തുള്ള മജ്ലിസായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നോമ്പുതുറയിലേക്ക് സഹായിച്ച്, അതേപോലെ തന്നെ ബദരീങ്ങളുടെ മജ്ലിസിലേക്ക് പ്രത്യേകം സഹായം നൽകിയിട്ട്, അതുപോലെ നമ്മുടെ മജ്ലിസിലേക്ക് സഹായം നൽകിയിട്ട് ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ ഫത്ഹ് നൽകി സന്തോഷം നൽകി വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന്റെ താഴെ കമന്റുകളൊക്കെ വിഷയങ്ങളൊക്കെ എഴുതി അറിയിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ്
അത് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് ദുആ ചെയ്യുമ്പോൾ ഈ റമളാനിൽ അതൊക്കെ ഇജാബത്ത് കിട്ടാൻ കാരണമാകും. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.